കെട്ടുതാലി. കെട്ടുതാലി ചിലർക്കെങ്കിലും കെട്ടുകയറായി മാറാറുണ്ട്. പണ്ടത്തെ അമ്മമാരൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് പോയാലും അവർ ഒരിക്കലും കെട്ടുതാലി നഷ്ടപ്പെടുത്തി കളയില്ല. കാരണം അത് ദാമ്പത്യ വിശ്വസ്തതയുടെ, ദാമ്പത്യ സ്നേഹത്തിൻ്റെ, ദാമ്പത്യ ബന്ധത്തിൻ്റെ പ്രതീകമാണ്. അവരത് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയില്ല. നഷ്ടപ്പെട്ടാൽ എന്തൊരു സങ്കടമാണ്. ഈ കാണാതായി നാണയം തിരിഞ്ഞു പോയ സ്ത്രീയുടെ ഉപമ കർത്താവ് പറയുന്നുണ്ടല്ലോ, ഈ തലത്തട്ടത്തിൽ നാണയമാണത്. അത് വിവാഹത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ദിവസം മുഴുവൻ അവൾ വീട്ടിൽ തിരഞ്ഞ് കണ്ടെത്തിയത് തലത്തട്ടത്തിലെ ഒരു നാണയം. ഈ കെട്ട് താലിയുടെ അർത്ഥം എന്നാണ്. സംസ്കൃതത്തിൽ അതിനെ പറയുന്നത് സേക്രഡ് ത്രെഡ് എന്നാണ്. അതായത് വിശുദ്ധമായിട്ടുള്ള ഒരു ചരടാണത്. മംഗല്യസൂത്ര, സംസ്കൃത പദം അതാണ്, മംഗല്യസൂത്ര. അപ്പോൾ സീക്രട്ടായിട്ടുള്ള ഒരു ചരട് കൊണ്ട് ഒരാളെ ബന്ധിപ്പിക്കുകയാണ്. അതിന് സുഖമുണ്ട്. നിലവിട്ട കാറ്റ് പോലെ നടന്നിരുന്ന ഒരാളെ ഏതോ ഒരു സ്നേഹച്ചരട് ബന്ധിപ്പിക്കുകയാണ്. ബന്ധിപ്പിക്കൽ എപ്പോഴും അടിമത്തമല്ല, അതിന് സുഖമുണ്ട്. ആ സുഖമാണ് ദാമ്പത്യത്തിൻ്റെ സൗഖ്യവും സൗന്ദര്യവും ഒന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ചിലർ പറയുന്നത് വീർപ്പൂട്ടിലാണെന്ന്. ആ വീർപ്പൂട്ടിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കാറില്ല. സെയിൻറ്റ് പോൾ ഓർമ്മപ്പെടുത്തി, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കണം. എങ്ങനെ? ജീവൻ വെടിഞ്ഞുകൊണ്ട്, ഹൃദയം പകർന്നുകൊണ്ട്, ഹൃദയം മുറിച്ചുകൊണ്ട്, എല്ലാം നൽകിക്കൊണ്ട്. അങ്ങനെയൊക്കെ സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ അവിടെ ഒരാളുടെ ശ്വാസം നിലപ്പിച്ച് കളയുന്ന തൂക്കുകയറുകളുണ്ടാവില്ല. അങ്ങേറ്റം സ്വർഗത്തോളം ഉയർത്തി ചരടുകളെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഉയർപ്പി ചരടുകളൊക്കെയാണ് നമ്മുടെ വീടുകളിൽ, ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടാവേണ്ടത്. അടുത്ത ഒരു പ്രതീകം കേക്ക് എന്ന പ്രതീകം. കേക്ക് മുറിക്കൽ. സത്യത്തിൽ ഈ കേക്ക് നിർമ്മാണം തന്നെ തുടങ്ങുന്നത് ഇംഗ്ലണ്ടിലാണ്. അത് നൊയമ്പിനോട് അനുബന്ധിച്ചുള്ള ഒരു ആചാരമായിരുന്നു. എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത്? നൊയമ്പ് നോൽക്കുന്നവർ ആദ്യം കഴിക്കുന്ന ഭക്ഷണം അവരുടെ നാട്ടിൽ പൊറിഡ്ജാണ്, നമ്മുടെ നാട്ടിൽ കഞ്ഞി. അതായത് നോമ്പ് നോക്കുന്ന ആളിനി പുതിയ ക്രമത്തിലേക്ക് വരുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെയാണല്ലോ. കുഞ്ഞ് ആദ്യം കഴിക്കുന്ന ഭക്ഷണം എന്താണ്? പൊറിഡ്ജ് അല്ലെങ്കിൽ കഞ്ഞിയാണ്. അപ്പോൾ നൊയമ്പ് നോൽക്കുന്ന ആൾ പൊതുജീവിതത്തിലേക്ക് പുച്ച വെക്കുമ്പോൾ ആദ്യം കഴിക്കുന്ന പൊറിഡ്ജ്, അതിലല്പം ഡെക്കറേഷനൊക്കെ ചേർത്ത്, പൂജരാജാക്കന്മാരുടെ ഓർമ്മ കൊണ്ടുവരുന്ന കുറേ സ്പൈസസ് ചേർത്ത്, പിന്നെ കുറേ അലങ്കാരപ്പണികൾ ചേർത്ത്, അങ്ങനെ കേക്കായി മാറി. ഇനി കല്യാണത്തിന് കേക്ക് മുറിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതായത് രണ്ട് കുഞ്ഞുങ്ങൾ മധുരോദാരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മധുരം നുകർന്നുകൊണ്ടാണ് അവർ തുടങ്ങേണ്ടത്. മധുരം നുകർന്നുകൊണ്ട് അവർ പുതുജീവിതത്തിലേക്ക് കാലുവെക്കുകയാണ്. എന്തൊരു സുന്ദരമായ പ്രതീകമാണ് അതെന്ന് ആലോചിച്ച് നോക്കുക. പുതുജീവിതത്തിലേക്ക് മധുരം നുകർന്നുകൊണ്ട് അവർ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം മധുരം കൊടുത്ത് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും മധുരം പങ്കുവെക്കുന്നു. അതിൻ്റെ പ്രതീകം എന്താണ്? പരസ്പരം മധുരമാകുക, പിന്നെ മറ്റുള്ളവർക്ക് മാധുര്യമുള്ള മാതൃകയാകുക, ജീവിതം നീണ്ടു നിൽക്കുന്ന മാധുര്യത്തിൻ്റെ സങ്കീർത്തനം പോലെയാക്കി മാറ്റുക. അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. കാനയിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നുപോയി. വീഞ്ഞ് യഹൂദ വെഡ്ഡിങ് റിസപ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തീർന്നു പോകുന്നത് കുറച്ചിലാണ്, വല്ലാത്ത കുറവാണത്. അവിടെ എന്താ സംഭവിക്കുന്നത്? മാതാവ് പറഞ്ഞു, മോനെ അവരുടെ വീഞ്ഞ് തീർന്നുപോയി. കർത്താവ് 6 കൽഭരണികളിലെ വെള്ളം അത് വീഞ്ഞാക്കി മാറ്റി. ഈ 6 യഹൂദരെ സംബന്ധിച്ചിടത്തോളം അപൂർണതയുടെ അക്കമാണ്. അതിലേക്ക് ക്രിസ്തു വന്ന് വരുമ്പോൾ 7ആയി. 7 പൂർണ്ണതയുടെ പെർഫെക്റ്റ് നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ അപൂർണതകളിൽ, ഒഴിഞ്ഞ പാത്രങ്ങളിൽ ക്രിസ്തുവിന് നിറവ് വരുമ്പോഴാണ് നിറവീഞ്ഞിൻ്റെ സാന്നിധ്യം, നിറജീവിതത്തിന് സാന്നിധ്യം ഉണ്ടാവുക. അതുകൊണ്ടാണ് നിങ്ങൾ എമ്മാവുസിലേക്ക് പോയ ആളുകൾ മന്ദിതരും അന്ധരും ഹൃദയമാന്ദ്യം വന്നവരും വിഷാദഭരിതരായിരുന്നു. കർത്താവ് കൂടെ വന്നപ്പോൾ ഹൃദയം ജ്വലിച്ചു, കുർബാനയുടെ അനുഭവം ഉണ്ടായി, അവർ സന്തോഷിച്ചു. ഇത് തന്നെയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലും വരേണ്ട വലിയ മാറ്റം. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരുങ്ങുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് സേവനം ചെയ്ത പള്ളിയിൽ ഒരു വൃദ്ധൻ്റെ ഭാര്യയോടുള്ള കരുതലും കരുണയും കണ്ട് കൈകൂപ്പി നിന്നിട്ടുണ്ട് ഞാൻ. ഭാര്യ ശരീരം മുഴുവൻ തളർന്നു കിടക്കുകയാണ്. ഇയാൾ
എപ്പോഴും പാട്ടൊക്കെ പാടി തമാശകളൊക്കെ പറഞ്ഞു അവർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും. ഇയാൾ തമാശ പറയുമ്പോൾ പ്രതികരണമൊന്നുമില്ല. അവർ കേൾക്കുന്നുണ്ടോ അറിഞ്ഞുകൂടാ. പക്ഷെ ഇയാൾ പാടും, ശുശ്രൂഷിക്കും, ഉമ്മ വെക്കും, കൂടെ നിൽക്കും, നിഴൽ പോലെ. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് ഒരിക്കലും മടുപ്പ് വരാറില്ലേ? അയാൾ പറഞ്ഞു, ഒരിക്കലും മടുപ്പ് വരാറില്ല. നുണ പറയണല്ല അച്ഛാ, ആദ്യമായിട്ട് ഇവിടെ കണ്ടപ്പോൾ തോന്നിയ ആ വൈബ്, ആ സ്പാർക്ക് ഇപ്പോഴുണ്ട്. അതൊരിക്കലും തീരില്ല. പിന്നെ നല്ല കാലത്ത് രാജാവിനെ പോലെ എന്നെ പരിചരിച്ച രാജ്ഞിയാണ് കിടക്കുന്നത്. അവർ മരിച്ചു ഞാനവിടെ ആ പള്ളിയിലുള്ളപ്പോൾ തന്നെ. ഇദ്ദേഹം രാജാവിനെ പോലെ മൃതദേഹത്തിനരിയിൽ നിൽക്കുകയാണ്. എന്തൊരു കുലീന ഭാവമാണ്. കരച്ചിലൊന്നുമില്ല, സംതൃപ്തിയോടെ അവിടെ ഇരിക്കുകയാണ്. മൃതദേഹം എടുക്കുന്ന നേരത്ത് മാത്രം അയാളൊന്ന് കരഞ്ഞു. എൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ പറഞ്ഞു, അച്ഛാ എൻ്റെ രാജ്ഞി പോവുകയാണ്. ചങ്കിൽ പിടിച്ചുകൊണ്ട് ഞാൻ പറയും, പൊന്നുപോലെ ഞാൻ അവളെ നോക്കി. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹവും മരിച്ചു. ഞാനപ്പം മനസ്സിൽ കരുതി, രാജാവും രാജ്ഞിയും കൊട്ടാരത്തിലേക്ക് യാത്രയായി. ദാമ്പത്യത്തിൻ്റെ അതിസുന്ദരമായ ഒരു എൻഡ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് സ്വപ്നം കാണാം. ഇനിയും നീളുന്ന സ്നേഹത്തിൻ്റെ ഇടനാഴികളിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ള ആശംസയാണ് ഓരോ നവദമ്പതിവരെ കാണുമ്പോഴും മനസ്സിൽ ഉയരുക.